നമസ്കാരം. ഷൊർണൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഹരിഗോവിന്ദൻ മാഷ് പ്രചരണം സജീവമാക്കി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികയ്ക്ക് സമർപ്പണം പൂർത്തിയായതോടെ അദ്ദേഹം ഇപ്പോൾ മണ്ഡലത്തിൽ ഓരോരോ കേന്ദ്രങ്ങളിലും പ്രമുഖ വ്യക്തികളെയൊക്കെ സന്ദർശിച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഓരോ ഇടങ്ങളിലും നേരിട്ടെത്തി ഷൊർണൂർ മണ്ഡലത്തിൽ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുമെന്ന് തന്നെയാണ് UDF സ്ഥാനാർത്ഥി ഹരിഗോവിന്ദൻ മാഷ് പറയാനുള്ളത്. ഹരിയേട്ട, പ്രചരണമൊക്കെ ഇപ്പോൾ നമ്മൾ ആവേശമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണ്ണയം കുറച്ച് വൈകിയെങ്കിലും ഇപ്പോൾ ആവേശകരമായ പ്രചരണം തന്നെയാണ് നടക്കുന്നത്. വളരെ നന്നായി എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. പോസ്റ്ററായി നമ്മുടെ ബോർഡുകൾ വന്നു. ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാരും ചെയർമാനും കൺവീനറൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഫീൽഡിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ വളരെ സ്പീഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷൊർണൂർ മണ്ഡലം നമുക്കറിയാം ഇടത് കോട്ടയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം തന്നെ. തീർച്ചയായിട്ടും ഷൊർണൂർ മാറാൻ ഒരുങ്ങി നിൽക്കുകയാണ്, മാറ്റാൻ ഒരുങ്ങി UDF തയ്യാറായി നിൽക്കുകയാണ്. ഇത്തവണ ഷൊർണൂർ മാറും. ഈ ഷൊർണൂർ UDF പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം തന്നെയാണ് കാരണം. ഈ LDFിൻ്റെ ഭരണം സമസ്ത മേഖലയിലും ജനങ്ങൾ അസ്വസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അത് UDFിന് അനുകൂലമായി വോട്ട് വീഴുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഞങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഷൊർണൂർ കുറി ഉണ്ടാവും. ഷൊർണൂർ വലിയ മുന്നേറ്റത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഒരു ഭരണവിരുദ്ധ തരംഗം ഇവിടെ ഈ മണ്ഡലത്തിലും വീശിയടിക്കുന്ന പറയും. തീർച്ചയായിട്ടും ഉണ്ട്. ഭരണവിരുദ്ധ തരംഗം മറ്റേ എവിടത്തേക്കാൾ കൂടുതൽ ഈ മണ്ഡലത്തിലുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷമായി ഒരു വികസനവും നടന്നിട്ടില്ല എന്ന് എല്ലാവരും പറയുകയാണ്. PK ശശി കൊണ്ടുവന്നതല്ലാതെ ഈ കഴിഞ്ഞ MLAക്ക് ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് ഫീൽഡിൽ നിന്ന് ആളുകൾ പറയുന്നു. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ വികാരം ഈ സർക്കാരിനെതിരെ ഉണ്ട്. അത് ഞങ്ങൾക്ക് അനുകൂലമാവും. ഈ സംഘടനാ സംവിധാന രംഗത്ത് ഇപ്പോൾ അധ്യാപക സർവീസ് സംഘടനാ രംഗത്തൊക്കെ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ആളാണ് താങ്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ഒരു ബന്ധം ഈ മണ്ഡലത്തിലും താങ്കളെപ്പോലുള്ള ആൾക്ക് തുണയാവുക, ആ രംഗത്തുള്ള ആളുകളുടെ ഒരു പിന്തുണ എത്രത്തോളം ഈ മണ്ഡലത്തിൽ കിട്ടുന്നുണ്ട്? തീർച്ചയായിട്ടും കേരളത്തിലെ സമസ്ത അധ്യാപക മേഖലയിലും ഞാൻ സുപരിചിതനാണ്. ഷൊർണൂർ മേഖലയിലെ അധ്യാപക സമൂഹം വളരെ ഒറ്റക്കെട്ടായി അല്ലേ പാർട്ടിയുടെ കൂടെ ഉണ്ട്. അത് ഇവർക്കൊരു അഡീഷണൽ വർക്ക് കൂടിയായി കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാൻ സഹായിക്കും. ഈ ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിക്കുന്നതാണുള്ള പേര് കേട്ടിരുന്നു. അപ്പോൾ അവിടുന്ന് ഷൊർണൂരിലേക്ക് മാറിയപ്പോൾ നിരാശ എന്തെങ്കിലും ഉണ്ടോ? ഒരു നിരാശയില്ല. ഒറ്റപ്പാലം മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒറ്റപ്പാലം വിജയിക്കാൻ ഒരു പ്രയാസമില്ല. ഷൊർണൂർ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി പാർട്ടി എന്നെ നിയോഗിച്ചു. ഷൊർണൂർ പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് എല്ലാവരും അകമഴിഞ്ഞ സ്നേഹവും സഹായവും അവരുടെ ഒരു കൂട്ടായ്മയും കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അതുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ ഷൊർണൂരുണ്ട്. ഈ PK ശശി പക്ഷത്തിൻ്റെ ഒരു പിന്തുണ ഷൊർണൂരിൽ എത്രത്തോളം UDFിന് കിട്ടും? വളരെ തീർച്ചയായിട്ടും. ഷൊർണൂർ നിങ്ങൾക്കറിയാം, നെല്ലായ പഞ്ചായത്ത് നമ്മൾ തിരിച്ചു പിടിക്കാൻ എന്താ കാരണം? PK ശശി പക്ഷത്തിൻ്റെ പിന്തുണയാണ്. ഇവിടെ അതുപോലെ നമ്മുടെ ഉമ്മർഖാൻ്റെ മകൻ സാബു അല്ലേ, സാബു ഉൾപ്പെടെ നല്ല ഞങ്ങളുടെ കൺവെൻഷനിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറേ ആളുകൾ നമ്മൾ അനുകൂലമായി വന്നിട്ടുണ്ട്. അത് പോസിറ്റീവാണ്. CPMൻ്റെ ഉള്ളിൽ നിന്നുള്ള പിന്തുണ ഉണ്ട്. CPMൻ്റെ കൂടെ എല്ലാ യഥാർത്ഥ CPM UDFിന് വോട്ട് ചെയ്യും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളൊക്കെ അവരും ബലികഴിച്ചു കഴിഞ്ഞു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് UDF ആണെന്ന് ജനം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ ഇപ്പോൾ UDFിന് വോട്ട് ചെയ്യും. ഒറ്റപ്പാലത്തും ഷൊർണൂരിലും ശശി പക്ഷത്തിൻ്റേത് ഉൾപ്പെടെ ശശി അനുകൂലിക്കുന്ന വിഭാഗങ്ങളുടെ ഉൾപ്പെടെ CPM എന്നുള്ള ഒരു പക്ഷത്തിൻ്റെ വോട്ട് UDFിലേക്ക് വരും. ശശി പക്ഷത്തിൻ്റെ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, യഥാർത്ഥ കമ്മ്യൂണിസം മനസ്സിൽ കൊണ്ടു നടക്കുന്ന എല്ലാവരും ഇക്കുറി UDFിന് വോട്ട് ചെയ്യും. അതാണ് സാഹചര്യം. അതുകൊണ്ട് വൻ ഭൂരിപക്ഷം ജയിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. എന്തായാലും UDFിന് ഷൊർണൂർ മണ്ഡലത്തിൽ ഇത്തവണ വിജയമുണ്ടാകും. അതിനുള്ള പിന്തുണ CPM ഉൾപ്പെടെയുള്ള ആളുകളുടെ നിന്ന് ഉൾപ്പെടെയുള്ള പിന്തുണ മണ്ഡലത്തിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഹരിഗോവിന്ദൻ മാഷ് പ്രചരണം തുടരുന്നത്. സന്തോഷം. എന്തായാലും പ്രചരണം തുടരുക. താങ്ക് യു വെരി മച്ച്.